പ്രത്യേകിച്ചും കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കംപ്ലീറ്റ്ലി അനുകൂലമായ സാഹചര്യം വരും. ബട്ട് സ്റ്റിൽ ബി ജെ പിക്ക് വേണ്ടത്ര ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. യു തിങ്ക് ദർ ഈസ് എനി സ്പെസിഫിക് റീസൺ, എനി മെന്റൽ ബ്ലോക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഈ ജനങ്ങൾ എന്നെ കണ്ടെത്തി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അങ്ങനെ ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻ അല്ല. അതാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവർ അവർ മാൻ എന്ന് പറയുന്ന ബ്രാക്കറ്റ് എനിക്ക് കിട്ടിയത്. ഞാനൊരു എന്താണ് ഒരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഗണ്യമായ മുന്നേറ്റമാണ്. അതൊരു ഞങ്ങൾക്ക് തന്ന ഒരു ടെസ്റ്റ് റിസൾട്ടായിരിക്കാം. ഞങ്ങൾ നടത്തിയ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഇൻഫറൻസ് ആയിരിക്കാം തന്നത്, ഫ്രം വിച്ച് വി ഷുഡ് ലേൺ. അത് ബേസിക് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് 2026-ലും 2025-ലും maneuver. Let us do it. Or let them do it. കേരളത്തിലെ ബിജെപിയുടെ ഒരു മുഖമാണ് സുരേഷ് ഗോപി. അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതൊന്നും ഞാൻ കേൾക്കില്ല. അതിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല, വിശ്വാസം ഇല്ലായ്മയും ഇല്ല. അതൊക്കെ അവരിങ്ങനെ പറയാനുള്ളവരെല്ലാം പറഞ്ഞോട്ടെ. ജനങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. ഏത് പോയിന്റിലാണ് ഇത് തൃശ്ശൂർ നമുക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിൽ വിൻ എന്നൊരു ഫീലിംഗ് വരുന്നത്? 2019 തോറ്റ് കോവിഡ് കാലത്ത് എൻ്റെ ഒരു പ്രവർത്തനമുണ്ട് പാർലമെൻറ്റേറിയൻ നിലയ്ക്ക്. അവിടെ മുതലാണ് ഞാൻ ആസ് എ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരൻ നിലയ്ക്കല്ല, ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെന്ന് എങ്ങനെയാണ് ഞാൻ ഇവോൾവ് ചെയ്യുന്നതെന്ന് അവർ കണ്ടു. ഇറ്റ് ഈസ് ജനറൽ സർവേ. പള്ളികളിൽ നിന്ന് ഉള്ള വികാരിയച്ഛന്മാരടക്കം വിശ്വാസികളടക്കം ഇപ്രാവശ്യം ദീസ് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ്. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് വാസ് ദ പീപ്പിൾസ് ഡിസിഷൻ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോലും വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാനെന്താ ജാതി പറയാത്തിടത്ത് നിങ്ങളെന്തിനാ ഈ ജാതി പറയുന്നത്? മനുഷ്യർ വോട്ട് ചെയ്തു. നല്ല മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം വോട്ട് ചെയ്തു. നല്ല മനുഷ്യരിൽ കുറച്ച് ആൾക്കാർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാൻ ഞാൻ പാടില്ല. കേരള അല്ല, ആസ് ആൻ MP for Trichy, and as I had promised during my campaign processes, തമിഴ്നാടും ആന്ധ്രയും ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പ്രസക്തമായ ചില ഇൻക്ലൂഷൻസ് നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അങ്ങനെ ഒരാളില്ലാത്തതിൻ്റെ പേരിൽ സംഭവിക്കാത്തതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. കൊച്ചി മെട്രോ എന്ന് പറയുന്നതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇൻ്ററിം ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളെല്ലാം കേട്ടതല്ലേ നിർമ്മല സീതാരാമൻ പറയുന്നത്? ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രോ സിസ്റ്റംസിനെയൊക്കെ ഒന്ന് വിങ് ഔട്ട് ചെയ്യണം. പിന്നെന്താ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ അങ്ങനെ പറ, ശരി തൃശ്ശൂരേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയേക്കാം. അതാണോ വേണ്ടത്? എൻ്റെ ശ്രമം ഉണ്ടാവണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രോസ് ഓവർ വേണമെന്ന് വിചാരിച്ചു. മണ്ണുത്തിന്ന് 3 ഹൈവേസിനെയും കണക്ട് ചെയ്യുന്ന തൃശ്ശൂർ ഒരു കാരണവശാലും വരണ്ടാത്ത ആൾക്കാർ കുന്നംകുളത്ത് പോയി ഇറങ്ങുക. വേറെ എക്സിറ്റ് എൻട്രി ഒന്നും വയ്ക്കരുത്. ഇവിടുന്ന് കയറിയാൽ കുന്നംകുളത്ത് പോയി ഇറങ്ങും. അവിടുന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും കയറി വേണമെങ്കിൽ പൊന്നാനി റോഡിൽ പോയി NH-16 ഇറങ്ങാം. ഇങ്ങനെ ഒരെണ്ണം വേണമെന്ന് ആഗ്രഹിച്ചു. അത് പറഞ്ഞ് അന്ന് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് അവിടുത്തെ കച്ചവടക്കാർ പറഞ്ഞു, ഇല്ല ഞങ്ങളുടെ കച്ചവടം അത് ശോഷിപ്പിക്കും, ഇവിടെ വരേണ്ട ആൾക്കാർ. ഞാൻ പറഞ്ഞു അവിടെ വരേണ്ടവർ വന്നാൽ പോരെ. അല്ല, ഈ വരുന്നവർ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഇറങ്ങി ഒരു നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ റവന്യൂ ആണ്. അപ്പോൾ എനിക്കത് എന്താണ് ബാക്ക് ഫുട്ടാവും. ഞാൻ അത് കൺസിഡർ ചെയ്യണമല്ലോ. അതാ പറഞ്ഞ് സോഷ്യലിസത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കണം. എല്ലാ വിഷയത്തിലുമല്ല,
നമുക്ക് നിൽക്കാനൊക്കത്തില്ല. ചില ആംഗ്ലിങ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഘടകങ്ങളാവുന്ന ചില നിശ്ചയങ്ങളുണ്ടാവും, അതെല്ലാം ഒന്നും നമുക്ക് എതിർക്കാനൊന്നും ഒക്കത്തില്ല. മറ്റത് എതിർക്കുകയല്ല, അത് പക്ഷേ അവിടെ നല്ല അഡ്വക്കേഷൻ വഴി നമുക്കത് തിരുത്തി കൊണ്ടുവരാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിക്കും.